പ്രതിസന്ധിയെ ജയിച്ചത് ഒരു വചനത്തിലൂടെയാണ്. ഇതിനെ തോരം തോരം ഉമ്മ വെക്കണം. ചുമ്മാ ഉമ്മ വെച്ചോണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞേ, വായിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം. ഇത് നിന്റെ അകത്ത് കയറുന്നനുസരിച്ച ജീവിതത്തിനകത്ത് ക്ലാരിറ്റി കിട്ടുന്നത്, ജീവിതത്തിനകത്ത് റൂട്ട് വെളിപ്പെടുന്നത്. ഇത് വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാകുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം സഞ്ചരിക്കുന്ന വഴി മനസ്സിലാക്കുന്നത്. ഇത് സഞ്ചരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. യോശുവയോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ള, നീ പോകുന്നിടത്തൊക്കെ കൃതാർത്ഥനാകണമെങ്കിൽ, അർത്ഥം ഇത്രേ ഉള്ളൂ, നീ സക്സസ് ആകണമെങ്കിൽ നീ രാവും പകലും ഇത് ധ്യാനിക്കണം. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറ്റരുത്, നിന്റെ നാവിൽ നിന്ന് നീക്കരുത്. നീ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കണം. കണ്ണുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ, കാതുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ, നാവുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ. അങ്ങനെ ഒരു ബന്ധം വളർന്നാൽ നീ സക്സസ് ആ.